കർത്താവ് ജനത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ് വെളിപ്പെട്ടുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നതിന്റെ ക്രൂശിലും പറഞ്ഞതിനെ മറികട കർത്താവ് പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചകൾക്കായി ശ്രദ്ധിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ ആദ്യത്തെ ഭാഗം ഞാൻ തന്നെ വായിക്കാം. അങ്ങനെ എന്റെ ജനം അറിവില്ലായ്ക്കാൻ പ്രവാസത്തിലേക്ക് പോകുന്നു. അങ്ങനെ എന്റെ ജനം അറിവില്ലായ്ക്കാൻ പ്രവാസത്തിലേക്ക് പോകുന്നു. ഇവിടെ യെശയ്യാവിന്റെ പുസ്തകം 5-ന്റെ 13. Jesaja Kapitel 5, Vers 13. Nur die erste Hälfte. Weil sie das nicht einsehen wollen, wird mein Volk in die Verbannung geschleppt werden. Ja. എന്റെ ജനം അറിവില്ലായ്ക്കാൻ പ്രവാസത്തിലേക്ക് പോകുന്നു. പ്രവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുകയാണ്, ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. പ്രവാസം എന്താണ്? നമ്മൾ ആരും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് പ്രവാസം. Und ich habe mich gefragt, was ist Verschleppung? Verschleppung ist etwas, in so einer Situation wollen wir alle nicht hinkommen. നമ്മൾ ഈ ദേശത്ത് പ്രവാസികളായിട്ട് വന്നു. പക്ഷേ നമ്മൾ വന്ന രാജ്യം പറഞ്ഞാൽ സമർത്ഥമായ രാജ്യമാണ്. എങ്കിൽ തന്നെ നമുക്ക് ഈ ദേശത്ത് വന്നു. ഇപ്പോൾ ഭാഷയുടെ പ്രശ്നം, എവിടെയെങ്കിലും ഒരു അധികാരിയുടെ പ്രശ്നം, അവിടെ പ്രശ്നം, അവരോട് സംസാരിച്ച് നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. Und wir alle wollten in dieses Land kommen, aber nachdem wir in diesem Land waren, haben wir uns wie Verwandte gefühlt, denn wir kannten die Sprache nicht, wir waren in einer bedrückten Situation. ഇവിടെ അതിന്റെ 12-ാം വാക്യത്തിൽ മേളി പറയുന്നു, എന്നാൽ യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല, അവന്റെ കൈവേലി അവർ വിചാരിക്കുന്നുമില്ല. Doch für mich, den Herrn, haben sie keinen Gedanken übrig. Was ich in der Welt tue, nehmen sie nicht wahr. നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഇസ്രായേൽ മക്കളുടെ പ്രവാസികളായി അനേക രാജാക്കന്മാർ പിടിച്ചുകൊണ്ടുപോയി അവിടെ പ്രവാസികളായി ജീവിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വന്ന ഇരമ്യാവിലൂടെ ശേഖാവിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നേരത്തെ അറിയിച്ച പ്രകാരം അവർ പ്രവാസികളായി പോയി. Und wir können in der Bibel sehen, dass das schon vorher angekündigt war durch den Propheten Jesaja, dass das Volk Israel in Verbannung geführt wird. ഇവിടെ പറയുന്നത് എന്നാൽ യഹോവയുടെ പ്രവൃത്തികൾ അവർ നോക്കുന്നില്ല, അവന്റെ കൈവേലയെ വിചാരിക്കുന്നുമില്ല. Und hier steht geschrieben, doch für mich, den Herrn, haben sie keinen Gedanken übrig. Was ich in der Welt tue, nehmen sie nicht wahr. എന്താണ് ഇസ്രായേൽ മക്കളെ ദൈവം ചെയ്ത പ്രവൃത്തികൾ? ദൈവം ഇസ്രായേൽ മക്കളെ ഇസ്രായേൽ ദേശത്ത് നിന്ന് ദൈവത്തിന്റെ വാഗ്ദത്തപ്രകാരം ദൈവം ഇറക്കിക്കൊണ്ട് വന്നു. ദൈവം അവരോട് കൂടെയിരുന്നു, ദൈവരോട് മുമ്പായി നടന്നു. അവർക്ക് സമുദ്രം അവർക്ക് മുമ്പായി തടയായിരുന്നു. സമുദ്രത്തെ ദൈവം ഉണക്കി നിലമാക്കി. Und warum war Israel so? Warum hatte Israel so eine Einstellung? Obwohl sie all die Wunderwerke Gottes gesehen haben. Sie haben gesehen, wie das Schilfmeer in zwei geteilt worden ist und weitere Wunder. Und als sie hungrig waren, hat der Herr ihnen Manna gegeben. Und der Herr hat das bittere Wasser zu süßen Wasser gemacht, als sie lustig waren. Danach sagten sie, wir wollten Fleisch haben. കർത്താവ് സമുദ്രത്തിൽ കിടന്ന ലിവ്യാതന തലകളെ തകർത്ത് അതിനെ മാംസമാക്കി അത് ചിറക് വെച്ച് അവർക്ക് പിടിക്കത്തക്ക രീതിയിൽ അവരുടെ അളവിനൊത്തവണ്ണം അവർ പിടിച്ചെടുക്കത്തക്ക പോലെ രീതിയിൽ അവർക്ക് അങ്ങനെ മാംസത്തെ കൊടുത്തു. Der Herr gab ihnen in der Wüste Fleisch vom Leviathan. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ യേശുവിന്റെ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ യോർദാൻ അവർക്ക് തടസ്സമായിരുന്നു. യോർദാനിന്റെ സമയത്ത് അതിലൂടെ യോർദാനെ ദൈവം പറ്റിച്ചു. യോർദാനിൽ കൂടെ കടന്നു പോകാൻ അവർക്കിടയായി. Und im Buch Joshua können wir sehen, dass der Jordan für sie ein Hindernis war, dass der Herr auch dort ihnen geholfen hat. അതുവഴി എരിവും അതിന് ഇസ്രായേൽ മക്കൾ നിമിത്തം ഉറപ്പോടെ കെട്ടിയിരുന്ന എരിവും അതിനെ ദൈവം അവർക്ക് വേണ്ടി തകർത്തു. Und danach können wir sehen, dass der Herr die Mauer von Jericho zerstört hat für das Volk Israel. ഇതെല്ലാം ആയിരിക്കും അതെല്ലാം നമ്മൾ പലപ്പോഴും മറന്നുപോയിട്ട് പിന്നെ അവിടെ പറഞ്ഞു, എന്നാൽ യഹോവയുടെ പ്രവൃത്തി അവർ നോക്കുന്നില്ല, അവരുടെ കൈവേലയെ വിചാരിക്കുന്നുമില്ല. Und obwohl sie das alles gesehen haben, sagt der Herr zu denen, meine Taten haben sie vergessen. Und sie haben keinen Gedanken mehr für mich übrig. Was ich in der Welt tue, nehmen sie nicht wahr. അങ്ങനെ എന്റെ ജനം അറിവില്ലായ്മ പ്രവാസത്തിലേക്ക് പോകുന്നു. Und trotzdem, so geht das wird das Volk in Verschleppung geführt werden. 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തില് അതിന്റെ 6 മുതൽ ചില വാക്യങ്ങൾ വായിക്കും. 2. Könige, Kapitel 17. 17:6. Vers 6. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ഇസ്രായേൽ രാജാവായ ഫറവോന്റെ കൈക്കീഴിൽ നിന്ന് വിടുവിച്ച്
സംഭവിച്ചു. ഇവിടെ പറയുന്നത് ഇസ്രായേൽ മക്കളെ ബദ്ധരാക്കി അശ്വരിലേക്ക് കൊണ്ടുപോകുന്നു. എന്തുകൊണ്ട് അവർ കൊണ്ടുപോകുന്നു എന്ന് 7 ലാസ്റ്റിൽ പറയുന്നു. പാപം ചെയ്ത അന്യദേവങ്ങളെ ഭജിക്കുകയും യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ ചട്ടങ്ങളെയും അവയെ നടപ്പാക്കിയ ഇസ്രായേൽ മക്കൾ രാജാക്കന്മാരുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട്, കാരണം ദൈവം കൊടുത്ത പ്രമാണം വിട്ട് അവർ പോയതുകൊണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി അവർ ചിന്തിക്കാതെ പാപം ചെയ്തതുകൊണ്ട് അവരെ അശ്വരിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. Und hier können wir sehen, dass das Volk Israel und in Vers 6 bis 7 in Verbannung geführt wird, weil sie nach falschen Willen leben, weil sie nach falschen Praxisen und weil sie falsche Götter anbeten. Deshalb hat der Herr sie in die Gewalt eines anderen Volkes gegeben. 2 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായത്തിന്റെ 11 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അശ്ശൂർ രാജാവ് ഇസ്രായേലിനെ അശ്ശൂരിലേക്ക് പിടിച്ചുകൊണ്ട് പോയി ഹലഹിലും ഗോസൻ നദീതീരത്തുമുള്ള ഹാബോരിലും വേദ്യ പട്ടണങ്ങളിലും പാർപ്പിച്ചു. അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ ശബ്ദം കേട്ടനുസരിക്കാനുണ്ട്. ഇവിടെ അനുസരണക്കേടുകൊണ്ട് ദൈവം ഇസ്രായേൽ മക്കളെ അടിമയാളായി പിടിച്ചുകൊണ്ട് പോകുന്നു. Vers 11 bis 12. Der assyrische König versteckte die Israeliten nach Assyrien in die Verbannung. Er siedelte einen Teil der Gefangenen in der Gegend von Halach an, am anderen Fluss vom Habor in der Provinz von Gosan und in den Städten Mediens. Dies geschah, weil sie dem Herrn ihren Gott nicht mehr gehorchten. Sie befolgten die Gebote nicht mehr, die Moses ihnen im Auftrag des Herrn gegeben hatten, und brachten so den Bund, den der Herr mit ihnen geschlossen hatte. Sie hörten nicht mehr auf den Herrn und taten nicht mehr, was er von ihnen verlangte. അവിടെ നോക്കുമ്പോൾ അനുസരണക്കേട്, ആദ്യം കൊണ്ട് നമ്മൾ പാപം ചെയ്തു, ദൈവത്തിന്റെ കൽപ്പനകൾ വിട്ടു പോകുന്നു. രണ്ടാമത് അനുസരണക്കേട് കൊണ്ട് സംഭവിക്കുന്നു. Hier können wir sehen, dass auch aus Ungehorsam der Herr sie in Verbannung führt. രണ്ടാമത് നോക്കുന്നു 2 രാജാക്കന്മാരുടെ പുസ്തകം 24 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. 2. Könige Kapitel 24, Vers 19. ഞാൻ വായിക്കാം. യഹോയാക്കീം ചെയ്തതുപോലെയും അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. Wie Joachim tat auch Zedekia, was ihm ganz fiel. യഹോവയുടെ കോപഹേതുവായി യെരൂശലേമിലും യഹൂദയ്ക്കും അങ്ങനെ ഭവിച്ചു. Vers 20. Der Herr war voller Zorn über die Bewohner von Israel, Jerusalem und Juda, und so verstieß er sie aus seiner Nähe. ഇവിടെ നോക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തു. Hier sehen wir, dass das Volk Israel etwas getan hat, was den Herrn nicht gefiel. അത് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ 2 ദിനവൃത്താന്തം 22 ക്രോണിക്കൽസ് 2 ദിനവൃത്താന്തം 28ന്റെ 5 മുതൽ 7 അതിലുള്ള വാക്യത്തിൽ നോക്കുമ്പോൾ 2. Chroniker, Kapitel 25. 28ന്റെ 6. Kapitel 28, Vers 6. അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചുകൊണ്ട് ബെന്യാമീന്റെ മകനായ പെക്കഹ് യെഹൂദയിൽ ഒരു ഇവിടെ പറയുന്ന പിതാക്കന്മാരുടെ ദൈവമായ പിതാക്കന്മാരുടെ ദൈവമായ പിതാക്കന്മാരുടെ ദൈവം അനേക അത്ഭുതങ്ങളിൽ കൂടി തന്റെ പിതാക്കന്മാരെ നടത്തിയ ദൈവം അവർ തീർച്ചയായും തലമുറകളോട് അത് വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രം നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ പിതാക്കന്മാരോട് ദൈവം എങ്ങനെയൊക്കെ ദൈവം നടത്തിയതുള്ളത്. അപ്പൊ ഇതെല്ലാം പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് അവർ അടിമത്തത്തിലേക്ക് പോകേണ്ടി വന്നു. Wir können sehen, dass das Volk Israel in Verbannung geführt worden ist, weil sie den Herrn ungehorsam zum Herrn waren. നമ്മുടെ ജീവിതത്തിൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന അടിമത്തം, നമ്മുടെ ഈ ദേശത്ത് വന്നു നമുക്ക് ഒത്തിരി നമ്മുടെ ജോലി സംബന്ധമായിട്ട് വന്നു, അതുകൊണ്ട് നമുക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. എന്നാൽ ഇവിടെ വന്ന് റെഫ്യൂജികളായിട്ട് വന്ന ശ്രീലങ്കൻസ് അങ്ങനെ വേറെ രാജ്യങ്ങളോട് അവരോട് ചോദിച്ചാൽ അവർക്കറിയാം അത് കഴിഞ്ഞിട്ട് ഒരു VC ആയി നാട്ടിൽ പോകണമെങ്കിൽ എത്രയോ നാടുകൾ വെയിറ്റ് ചെയ്തു, അവരുടെ മാതാപിതാക്കന്മാരെ സഹോദരനെ കാണാൻ വേണ്ടി എത്രയോ വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള ജീവിതമല്ല. Und uns ging es zwar, weil wir aufgrund von Arbeit hier nach Deutschland gekommen sind, aber viele Flüchtlinge, zum Beispiel unsere srilankanischen Brüder und Schwestern, die sind als Flüchtlinge hier gekommen, und als sie zurück wollten, mussten sie Visum beantragen, und das haben sie nicht sofort bekommen. Und für sie war diese Zeit hier für eine kurze Zeit wie eine Verschleppung, denn sie konnten zu gewissen Zeiten ihre Familie gar nicht besuchen. Und aus deren Erfahrung kann man sagen, dass dieses versteckte Leben kein glückliches Leben ist. ഞാനിവിടെ ഉദ്ദേശിക്കാന്ന് പ്രവാസ ജീവിതം നമ്മള് അടിമത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ പിശാച് ആഗ്രഹിക്കുന്ന അവന്റെ അടിമത്തത്തിൽ വിൽക്കാൻ വേണ്ടിയാണ്. Der Teufel möchte, dass wir uns ihm unterbeugen. നമ്മുടെ ജീവിതത്തിൽ എന്തോ അടിമത്വമായി നമുക്ക് തോന്നുന്നത് നമ്മൾക്ക് ചില ഭയം ആ ഭയം എങ്ങനെ ശത്രു ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്ത് സമയം ചെയ്താലും ഭയം അതൊരു അടിമത്വമാണ്. അതുപോലെ പിന്നെ നമ്മുടെ തലമുറയെ കുറിച്ചുള്ള എന്റെ തലമുറ വളർന്നു കഴിയുമ്പോൾ എന്തായിത്തീരും, എങ്ങനെ ആയിത്തീരും, തലമുറയെ കുറിച്ചുള്ള ഭയം, അങ്ങനെ പല ഭയമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഭയം വരുന്നത്? നമ്മൾ
ദൈവത്തെ വിട്ട് അകലുമ്പോഴാണ്, അല്ലെങ്കിൽ ദൈവവചനം വായിക്കാനായിട്ട് വായിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യാൻ സമയമെടുക്കാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൽ ഭയം ഉണ്ടാകുന്നത്. Und der Teufel benutzt verschiedene Techniken gegen uns, um uns vom Glauben wegzuziehen, um uns unsere Hoffnung zu zerstören. Eins davon ist diese Angst. Die Angst um unsere Generation, die Angst um vieles. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരാളെ പറ്റി പറയുന്നുണ്ട്. Lukas Kapitel 15 geht es um eine Person. 11 മുതലുള്ള ചില വാക്യങ്ങൾ. Vers 11. പിന്നെ അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ട പങ്ക് തരയണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരുപിടിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ തുണർപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടു വന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തരെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനെ തന്റെ വയലിലെ പന്നികളെ മേയ്പ്പാൻ അയച്ചു. Vers 11. Jesus erzählte weiter, ein Mann hatte 2 Söhne. Eines Tages sagte der Jüngere zu ihm, Vater, ich will jetzt schon meinen Anteil am Erbe haben. Da teilte der Vater seinen Besitz unter den beiden auf. Nur wenige Tage später machte der jüngere Sohn seinen Anteil zu Geld und verließ seinen Vater und reiste ins Ausland. Dort leistete er, was immer er sich wollte. Er versteuerte sein Geld, bis er schließlich nichts mehr besaß. Das brachte ihn in jedem Land in eine große Hungersnot aus. Es ging dem Sohn immer schlechter. In seiner Verzweiflung bettelte er so lange bei einem Bauern, bis der ihn zu Schweinehüten auf die Felder schickte. ഇവിടെ ഞാൻ നോക്കുമ്പോൾ അവരിൽ ഇളയ മകൻ തന്റെ അവരോട് പറയുന്നു, എനിക്ക് വേണ്ടതെല്ലാം താ. അതെല്ലാം കൈ കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ച് കുറെ നന്മയൊക്കെ ദൈവം നമുക്ക് തരും. നന്മയൊക്കെ തിന്നു കഴിയുമ്പോൾ എല്ലാം ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ദൈവത്തെ വിട്ട് ഓടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. Und in unserem Leben ist es auch so. Hier sehen wir, wie dieser junge Mann nach seinem Erbanteil fragt. Und genauso ist es bei uns im Leben. Wir fragen oft Gott nach etwas. Nachdem wir es erreicht haben, nachdem wir zufrieden sind, drehen wir uns den Herrn den Rücken zu. നമ്മുടെ കയ്യിലെല്ലാം കിട്ടിയിട്ട് നമ്മുടെ വിചാരം എനിക്കെല്ലാം ഉണ്ട്, പിന്നെ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നു, ഞാൻ എന്തിന് വചനം വായിക്കുന്നു, എനിക്കെല്ലാം ഉണ്ട്, ദൈവത്തിന്റെ കൃപയാൽ ഞാൻ സന്തോഷമായിരിക്കുന്നു. ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവസന്നിധി വിട്ട് പിതാവിന്റെ സന്നിധി വിട്ട് ഓടുവാനായിട്ട് ശ്രമിക്കും. Wenn wir alles bekommen haben, denken wir, warum sollen wir jetzt beten? Ich habe doch jetzt schon alles. Und wenn wir in so einer Situation gelangt sind, dann fangen wir an, den Herrn den Rücken zu kehren. ഇവിടെ അവൻ ദൂരദേശത്തെ സ്വരൂപിച്ചതുകൊണ്ട് അവൻ ദൂരദേശത്തേക്ക് യാത്രയാകുന്നു. എന്നിട്ട് ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തുവകകളെല്ലാം നാനാവിധമാക്കി കളഞ്ഞു. Hier sehen wir, dass er in ein fremdes Land lebte und dort am Ende betteln musste und dass er dort leiden musste. ഞാൻ ഇത് വായിക്കുമ്പോൾ എന്നെ ദൈവം ചിന്തിപ്പിച്ച ചില കാര്യങ്ങളാണ്. ദൈവം നമുക്ക് അനേക കൃപകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. Wenn ich das lese, dann denke ich immer, der Herr hat uns mit verschiedenen Talenten gesegnet. നമ്മുടെ ദൈവസന്നിധി വിട്ട് നമ്മൾ ദൈവത്തോട് കൂടി ഇരിക്കുമ്പോൾ അവന്റെ ആലോചനയുണ്ട്. നമുക്ക് നമ്മൾ ഏതാ വഴി കർത്താവ് ഞാൻ മുമ്പായി കടന്നു എന്ന് ഞാൻ നിനക്ക് മുമ്പിലുള്ള വഴികളെ ദുർഘട സ്ഥലങ്ങളെ ഞാൻ സമഭൂമിയാക്കും, ഞാൻ നിനക്ക് ആലോചന പറഞ്ഞ് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. ഇതൊന്നും നമുക്കില്ല. പിതാവിനോട് അകന്നു കഴിയുമ്പോൾ നമുക്കിതൊന്നുമില്ല. Gott hat uns viele Versprechen in unserem Leben gegeben. Eins ist zum Beispiel, er wird uns durch die Wüste leisten, er wird für uns da sein, wenn wir schwach sind. Und diese Versprechen wirken nicht für uns, wenn wir uns von dem Herrn wegdrehen. അങ്ങനെ നമുക്ക് ദൈവം തന്ന ഇവനും ഇതുപോലെ അവന് കിട്ടിയ സമ്പത്തുകളെല്ലാം അവൻ പിതാവിൽ നിന്ന് ലഭിച്ച സകലതും അവൻ നാനാവിധമാക്കി കളഞ്ഞു. നമ്മൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള കൃപകളെല്ലാം നമ്മൾ എല്ലാം നഷ്ടമാക്കി ഒരു അല്പസമയത്ത് സന്തോഷം മേടിച്ച് അത്ര പറയും, നീ ഇതുകൊണ്ട് പോയാൽ നിനക്ക് വലിയ കാര്യം സാധിക്കാൻ പറ്റും, നീ എന്തിനാ ഞാൻ പറയാൻ നോക്കുമ്പോൾ നമ്മുടെ യൂഹന്റെ നമ്മുടെ പിള്ളേരെ തന്നെ പറയാം അവരുടെ വിധത്തിൽ ഒരു യൗവന പ്രായമായി കഴിയുമ്പോൾ അവരുടെ വിചാരം ഇനി പപ്പായും മമ്മിയൊന്നും വേണ്ട, കാരണം അവരെ തന്നെ ജീവിക്കാൻ പറ്റും, അത് മതി, ഇനി എന്തിനാ ഇവരുടെ ഇത് കേൾക്കുന്നത് എന്നൊരു ചിന്ത യൗവന പ്രായത്തിൽ എല്ലാവർക്കും. ഒരു പ്രിൻസിപ്പാസ് ഒരിക്കലും മെസ്സേജ് പ്രാവശ്യം പറഞ്ഞു, കുതിരയുടെ സ്വഭാവം പറഞ്ഞാൽ ചാടി നടക്കണം. ഇത് കാണുമ്പോൾ അങ്ങോട്ട് പോകും, അത് കാണുമ്പോൾ അവർക്ക് ചാടി നടക്കുന്ന ഒരു എന്നെ കൊണ്ട് എല്ലാം സാധിക്കും, ഇനി എന്നെ കൊണ്ട് എല്ലാം പറ്റും എന്നുള്ളൊരു വിചാരം. Und unseren Kindern geht es genauso. Unseren Kindern ist es auch so, wenn sie etwas haben, wenn sie schon in einem gewissen Alter sind, in der Jugend denken sie auch, dass sie alles selber machen können. Und sie sind dann zu vergleichen wie mit Pferden, die einfach lostragen wollen, ohne auf etwas zu achten. ഇവിടെ പറയുന്ന ജ്ഞാനവാക്യം കണ്ടിച്ചാൽ ചെലവഴിച്ച ശേഷം ആ ദേശത്ത് ക്ഷാമമുണ്ടായി. Und hier steht geschrieben, nachdem der junge Mann in ein anderes Land gegangen ist, empfing das Land Hungersnot. അവന് മുട്ട് വന്നു തുടങ്ങി.
Und der junge Mann durchlebt eine Not. ഇവിടെ ക്ഷാമം നോക്കുമ്പോൾ അവൻ പറയുന്നത് ഈ ദേശത്ത് ക്ഷാമം ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞ ദേശത്ത് ക്ഷാമം ഉണ്ടായി. Und hier steht geschrieben, im ganzen Land gab es eine Hungersnot. ഞാൻ പറയുന്നത് അവന്റെ ആ ദേശത്തല്ല ക്ഷാമം ഉണ്ടായി, അവനാണ് ക്ഷാമം ഉണ്ടായത്. Ich sage, nicht im ganzen Land gab es eine Hungersnot, sondern ihm persönlich er persönlich durchlebte durch eine Not. കാരണം അവന്റെ കയ്യിലുള്ള സകലത് ചെലവഴിച്ചു കഴിഞ്ഞു. അവന്റെ കൂട്ടുകാർക്ക് എല്ലാം ഉണ്ടായിരുന്നപ്പോൾ കൂട്ടുകാരുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവന്റെ എല്ലാ കൃപകളും നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് തോന്നുന്നത് എന്തുവാ, ഒന്നുമില്ല, എൻ്റെ എന്താ ഒന്നിനും ഒരു സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഒന്നും ഒരു സമാധാനം കണ്ടെത്തുന്നില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അവൻ പറയുന്നു ദേശത്ത് ക്ഷാമമാണ്. Der junge Mann hatte alles, der hatte viele Freunde und alles. Aber nachdem er alles verloren hat, realisierte er, dass er gar nichts hatte. ഇവിടെ പിന്നെ അച്ഛൻ അവൻ ആശ്രയിക്കുന്ന ദേശത്തിലേക്ക് അവൻ നമ്മൾ ഇതുപോലാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കൃപകളും നഷ്ടപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ ദൈവം തന്ന വാഗ്ദത്തങ്ങളെല്ലാം മറന്ന് നമ്മൾ പിന്നെ ആഗ്രഹിക്കുന്ന ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം കണ്ടെത്താം. ഇവിടെ ഈ ലോകത്തിലെ മനുഷ്യരാണെങ്കിൽ അവർ സിഗരറ്റ്, മദ്യം, അതുപോലെ ഇപ്പൊ പിന്നെ ഇന്റർനെറ്റ് വീഡിയോകളുണ്ട്, ഇന്റർനെറ്റിലുണ്ടല്ലോ ഒരു സിനിമ കണ്ടേക്കാം, സിനിമ കാണുമ്പോൾ ചില സന്തോഷം, അത് അല്പനേരം സന്തോഷിക്കാൻ നിർത്ത് സിനിമ, യൂട്യൂബ് അങ്ങനെയുള്ള പരിപാടികളിലേക്ക് കയറാൻ തുടങ്ങും. Und in dieser Welt suchen wir Menschen oft, wir suchen oft Halt in dieser Welt. Denn oft wenn es uns schlecht geht, wenn wir alles verloren haben, dann suchen wir diese Zufriedenheit, diese Selbstbefriedigung in dieser Welt. Das ist durch Internet, das ist durch Filme, das kann durch alles Mögliche geschehen in dieser Welt. Durch Trinken, durch Rauchen, durch alles Mögliche. അങ്ങനെ അവൻ ആ ദേശത്തിലെ പൗരന്മാർ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു. അവനെ തന്റെ വയലിലെ പന്നികളെ മേയ്ക്കാൻ അയച്ചു. Und hier steht weiter geschrieben, aufgrund dieser Hungersnot ging er zu einem Bauern und bettelte bei ihm, ob er bei ihm arbeiten könnte, als Schweinehirt. ഇവിടെ അവന്റെ വീട്ടില് ഒരിക്കലും അവന് വീട്ടിൽ ഒരു ജോലി ചെയ്തിട്ടുള്ളായിരുന്നു. ഇവിടെ ചെന്ന് അടിമത്തത്തിലേക്ക്, പന്നിയെ മേയ്ക്കുന്ന അടിമത്തത്തിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് പന്നി തിന്നുന്ന വാളകര കൊണ്ട് വയറ് നിറക്കാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചു. Und dieser junge Mann ist ein Mann, der noch nie gearbeitet hat zuvor in seinem Leben. Und er kommt jetzt in eine Situation, wo er sich kaputt arbeiten muss, sogenannte Sklavenarbeit arbeiten muss. എന്നെ ചിന്തിപ്പിച്ച് ഈ വാളകര എന്താ എന്നെ ചിന്തിച്ചപ്പോൾ എനിക്ക് എന്റെ ഹൃദയത്തിൽ വന്നത്, നമ്മൾ ഇതുപോലാണ്. നമ്മൾ സമാധാനം തപ്പി ഇങ്ങനെ പോകുമ്പോൾ ദൈവം പിശാച് നമുക്ക് ഓരോ ചാൻസുകൾ തരും. ഡിസ്കോയ്ക്ക് പോകാം, അല്ലെങ്കിൽ ഒരു ഫിലിം കാണാം, ഒരു യൂട്യൂബ് കാണാം. ഇതൊക്കെയാണ് വാളകര. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് തിന്നാൻ വേണ്ടി നമ്മളെ ബുദ്ധി ചെയ്യും. Und oft, wenn wir uns vom Herrn wegdrehen, dann gibt der Teufel uns Versuchungen. Das kann sein, dass der Teufel uns durch verschiedene Techniken uns Versuchungen bringt. Das wäre durch Filme, durch die Möglichkeit, in die Disco zu gehen, durch viele andere Möglichkeiten. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അവന് സുബോധം വന്നു. Danach steht hier geschrieben, der Junge kam zu Bewusstsein. സുബോധം വന്നു. ഇപ്പം നമ്മൾ ആദ്യം വായിച്ച വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്റെ ജനമേ അറിവില്ലായ്ക്കാൻ പ്രവാസത്തിലേക്ക് പോകുന്നു. Und hier steht, eben haben wir gelesen, dass Volk Israel geht, ohne es zu wissen, in Verbannung. നമ്മൾ ദൈവം ചെയ്ത നന്മകളെ ഒരിക്കലും മറന്നു പോകരുത്. Wir sollten niemals vergessen, wie guten Tag die der Herr für uns getan hat. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 4 പറയുന്നുണ്ട്, അധികാരി ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും മെച്ചമല്ല. അപ്പം നമ്മള് ഒരു ശിശു ആയിരിക്കുന്നിടത്തോളം നമ്മുടെ ദൈവത്തെ കുറിച്ച് അറിവില്ലാതിരിക്കുമ്പോൾ നമ്മൾ ശിശുവാണ് ദൈവത്തിന് മുമ്പിൽ. Galater Kapitel 4, Vers 1. Überlegt einmal, solange der Erbe noch nicht volljährig ist, besteht zwischen ihm und einem Sklaven kein Unterschied, obwohl ihm das Erbe schon alles gehört. അപ്പോൾ ആ യജമാനൻ പറയുന്നതെല്ലാം നമ്മൾ ശിശു ആയിരിക്കുന്നിടത്തോളം കാലം ആ യജമാനൻ എന്തോ വീട്ടിലെ സ്വത്തിന് മുഴുവൻ അധികാരി ആ കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിനെ അറിയത്തില്ല അപ്പന് എന്തൊക്കെയുണ്ട്, അപ്പൻ എന്തൊക്കെ സമ്പത്തും മകന് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്, ഒന്നും ആ കുഞ്ഞിനെ അറിയില്ല. Und in dieser Situation geht es darum, ein Kind könnte vielleicht in einem reichen Haus geboren sein, aber als Kind wird nicht wissen, dass sein Vater so in gewissen Anmaßen reich ist. അപ്പം അവൻ എഴുതിയേക്കുന്ന ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷമുള്ളവരല്ല. Und aufgrund dessen wird er keinen Unterschied zwischen ihm und den Sklaven spüren. അതുകൊണ്ട് ദൈവം നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ രക്ഷിച്ചു.
കർത്താവ് തന്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. Der Herr hat sein Blut für uns geopfert. Jesus Christus hat sein Blut für uns geopfert und hat uns hat uns erkauft. ഗലാത്യയിലെ 5:1 സാന്ത്വനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അത് ഉറച്ചു നിൽപ്പീൻ. Durch Galater Kapitel 5, Vers 1. Durch Christus sind wir frei geworden, damit wir als Befreite leben können. Jetzt kommt es darauf an, dass ihr euch nicht wiederum vom Gesetz versklaven lasst. Und hier steht geschrieben am Ende, lasst euch nicht wieder vom Gesetz versklaven. Wir waren in einer Zeit lang in Versklaven. Aber er war für uns wie ein Retter. Der Vater schickte seinen geliebten Sohn in diese Welt und kaufte uns frei. Und den Preis für sein Leben haben wir alle hier gezahlt. Das Leben eines Gläubigen ist für ihn von großem Wert. Deshalb müssen wir denken, mehr als diese Welt ist mein Leben viel mehr wert. Genauso so wertvoll sind wir für unseren Herrn. Also wenn der Teufel versucht, uns Angst zu machen, müsst ihr zu ihm sagen, ich will nicht unter in der Versklavung sein. Ich werde nicht mehr unter dir in Versklavung leben. Ich habe einen Gott, der für mich bezahlt hat. Er ist mit mir. Der Herr sagt, ich habe euch nicht den Geist des Angstes gegeben. Der Teufel möchte, dass er uns unterdrücken kann. അങ്ങനെയാണെങ്കിൽ ഈ ദേശത്താണെങ്കിലും നമ്മുടെ ദൈവമക്കളുടെ ഇടയിൽ തന്നെ പോലും നിരാശ എന്ന് പറയുന്നത് വളരെ കൂടിക്കൊണ്ടുവരുന്ന സമയങ്ങളാണ്. Und das ist der Zeitpunkt, wo wir, wenn wir uns den Teufel unterdrücken lassen, dann ist der Zeitpunkt, wo wir in der Depression sind. നിങ്ങൾ മക്കളാകൊണ്ട് അപ്പപിതാവിനെ വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമുക്ക് ഹൃദയത്തിലായി Galater Kapitel 4, Vers 6. Weil ihr nun seine Kinder seid, schenkt er euch Gott seinen Geist, denselben Geist, den auch der Sohn hat. Jetzt könnt ihr zu Gott kommen und zu ihm sagen, aber lieber Vater. Vers 7. Ihr seid also nicht länger Gefangene des Gesetzes, sondern Söhne und Töchter. Und als Kinder Gottes seid ihr auch seine Erben. Und euch gehört alles, was Gott versprochen hat. അപ്പം നമ്മൾ ദൈവം നമുക്ക് തന്നിട്ട് വേറെ പറയുന്നുണ്ട് രാജകീയ പുരോഹിത വർഗമാക്കിയാണ് ദൈവം നമ്മളെ മാറ്റിയിരിക്കുന്നത്. Hier steht geschrieben in einem anderen Vers, dass der Herr uns zu Königen und Königen gemacht hat. അതുകൊണ്ട് അടിമത്വത്തിലേക്ക് വീണ്ടും പോകരുത്. Deshalb sage ich euch, geht nicht wieder in Unterdrückung. Der Herr hat uns frei gemacht. In dieser Freiheit müssen wir stark bleiben. Der Teufel kommt mit ganz vielen negativen Gedanken zu uns. Und in der Bibel steht geschrieben in Epheser, dass der Herr uns sein Schwert gibt, dass wir gegen die Pfeile des Teufels, dass er uns ein Schild gibt, dass wir gegen die Pfeile des Teufels, dass wir die Pfeile des Teufels abwehren können. Der Herr hat uns viel versprochen, der Herr hat uns viele Versprechen gegeben. Lass uns in diesen Versprechen stark bleiben. Probleme werden in unser Leben kommen. Auch Gott wird zulassen, dass Probleme in unserem Leben kommen. Die Frage ist nur, wie wir mit diesen Problemen umgehen. Und hier steht im Buch Jesaja geschrieben, mein Volk geht in Verbannung, ohne dass es weiß. Und erst als der junge Mann zu Bewusstsein gekommen ist, wurde ihm klar, was sein Vater alles hatte. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ ഓർക്കുന്നത്. In unserem Leben ist es genauso. Wenn wir alles verloren haben, dann denken wir erst nach, was der Herr uns alles gegeben hat. അതിന്റെ 12-ാം ഭാഗത്ത് എവിടെ പ്രവൃത്തി അവൻ നോക്കുന്നില്ല, അവൻ കൈവേലെ വിചാരിക്കുന്നതുമില്ല. അതിന്റെ 12 യെശയ്യാ 5:12.
Jesaja Kapitel 5, Vers 12. Doch für mich, den Herrn, haben sie keinen Gedanken übrig. Was ich in der Welt tue, nehmen sie nicht wahr. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ പ്രശ്നത്തെ നോക്കും. Und oft, wenn wir in unserem Leben Probleme haben, dann schauen wir erstmal auf das Problem. എന്നിട്ട് ആ പ്രശ്നം നമ്മൾ നോക്കും. ആ പ്രശ്നത്തിന് എത്ര അതെങ്ങനെ ചെയ്യാൻ പറ്റും, അതിനെത്ര ഉയരമുണ്ട്, നീളമുണ്ട്, അതേപ്പറ്റി നമ്മൾ ആരായി. Zuerst denken wir über die Größe des Problems nach, wie viel Tiefe es hat, wie ausschlaggebend es ist. എന്നാൽ സകലത്തെ ജയിച്ചൊരു കർത്താവ് നമ്മളോട് അപ്പോൾ നമ്മൾ മറന്നുപോകും. Oft vergessen wir, dass wir einen Gott haben, der über alles gewonnen hat, der über alles den Sieg errungen hat. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്രയോ നമ്മൾ വിചാരിക്കാത്ത വഴിയിൽ നമ്മളോട് സാധിക്കത്തില്ല, ഇത് നടക്കത്തില്ല എന്ന് വിചാരിച്ച ഇടങ്ങളിലൊക്കെ ദൈവം നമ്മളെ നടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. Und wie oft hat der Herr schon in unserem Leben uns durch Situationen geführt, wo wir dachten, es gibt keinen Ausweg. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പ്രശ്നങ്ങൾ വരുന്ന ഉടനെ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങണം. Deshalb müssen wir uns vorbereiten, wenn die Probleme in unser Leben kommen, dass wir direkt in die Taten des Herrn denken und ihn preisen. അങ്ങനെ നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ശത്രു നമ്മുടെ അടുത്ത് നിന്ന് അകലാൻ തുടങ്ങും. Denn wenn wir den Herrn schon in so einer Situation preisen, dann trennt sich der Teufel vor uns und geht auf Abstand von uns. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നില്ലെങ്കിൽ വീണ്ടും ആ പ്രശ്നങ്ങളെ അവനിങ്ങനെ മനസ്സിലത് ചിന്തയിട്ട് നമ്മൾ നിരാശയാവുന്ന കുഴിയിലേക്കാണ് വീഴുന്നത്. Wenn wir den Herrn nicht preisen, dann kommt der Teufel mehr zu uns und bringt diese negativen Gedanken immer wieder in unseren Kopf. പിന്നെ നമുക്ക് ദൈവത്തെ വിട്ട് ആവുന്ന കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ കുറ്റമല്ല നമ്മൾ കാണുന്നത്, പിന്നെ നമ്മൾ കാണുന്നില്ല മറ്റുള്ളവരുടെ കുറ്റമാണ്. Wenn wir uns vom Herrn wegdrehen, dann sehen wir nicht mehr unsere eigenen Fehler, sondern wir sehen die Fehler von anderen. അപ്പൊ നമ്മൾ പറയാം, അവരെന്നെ സ്നേഹിച്ചില്ല, അവരെന്നെ തള്ളി, അവരെന്നെ സ്നേഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ അതല്ല. നമ്മൾ ആ ദൈവത്തോട് അടുക്കുമ്പോൾ അപ്പൊ ദൈവം നമ്മുടെ കുറ്റങ്ങളെ നമ്മളെ കാണിച്ചു തരും. Wenn wir uns dem Herrn nähern, dann zeigt der Herr uns unsere eigenen Fehler und wir schauen nicht auf die Fehler von anderen. അതുകൊണ്ട് ഞാൻ ഈ വചനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ അടിമനുഭവത്തിൽ കുടുങ്ങി പോകരുത്. Deshalb sage ich euch, geht in diese Verwandlung nicht runter. ഭയം കണ്ടതിന് ശത്രു കൊണ്ടും എന്നാൽ ആ ഭയത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞ് ബലപ്പെടുക. Der Teufel bringt uns Angst, aber bleibt in dieser Angst stark und glaubt an den Herrn. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ആ സ്ഥലത്ത് നിൽക്കുക, പ്രവാസത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കരുത്. Bleib in dem Ort, wo der Herr dich gerufen hat, und geh nicht ins andere Land, geh nicht in ein fremdes Land. ദൈവം ചെയ്ത നന്മകളെ ഓർക്കുക. Denk an die Taten des Herrn. അവന്റെ പ്രവൃത്തികളെ ചിന്തിക്കുക. Denk an seine guten Taten. അവന്റെ കൈവേലെ വിചാരിക്കുക. Denk an seine Wunder. അപ്പോൾ നാം ദൈവത്തിൽ ഒരു ജയജീവിതം നയിക്കാൻ ദൈവം സഹായിക്കും. Der Herr wird uns ein siegreiches Leben geben. ഇതിനെപ്പറ്റി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. Ich möchte ein weiteres Mal beten. ഞങ്ങളോട് സംസാരിച്ചത് വചനത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ, അല്ലെങ്കിൽ പല സമയങ്ങളിൽ കർത്താവേ യേശുവേ കർത്താവിനെ കുറിച്ചുള്ള അറിവില്ലാതെ കർത്താവേ ഞങ്ങൾ പലപ്പോഴും അടിമനുഭവത്തിൽ കർത്താവ് കുടുങ്ങിയിരുന്ന അവസ്ഥയിലാണ് ജീവിതത്തിൽ കർത്താവേ യേശുവേ അല്ലെങ്കിൽ ഭയത്തിന്റെ ആത്മാവ് കർത്താവേ യേശുവേ അല്ലെങ്കിൽ നിരാശയുടെ ആത്മാവ് കർത്താവേ കർത്താവെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ജീവിതം നയിക്കാൻ കർത്താവേ നിന്റെ ഹൃദയങ്ങൾ പകരുന്നതാണ് കർത്താവേ ഞങ്ങളെ ശക്തരാക്കുന്ന സകലത്തിൽ മതിയായി പറയുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കുമ്പോൾ ശത്രുക്കളുടെ സകല ചിന്തകളെ കർത്താവേ യേശുവിന്റെ നാമത്തിൽ ദുർബലമാക്കുന്ന കർത്താവേ എനിക്ക് വേണ്ടി ധൈര്യത്തോടെ നിൽക്കാൻ കർത്താവേ ഞങ്ങളോട് കൂടെയുള്ള കർത്താവ്